പാലാ നഗരസഭാ ചെയർമാനായി കേരള കോൺഗ്രസ് അംഗം ഷാജു തുരുത്തനെ തെരഞ്ഞെടുത്തു. 26 അംഗങ്ങളുള്ള നഗരസഭയിൽ 17 അംഗങ്ങളുടെ വോട്ടാണ് ഷാജുവിന് ലഭിച്ചത്. ഇടതുമുന്നണിയിലെ ധാരണയുടെ ഭാഗമായി CPIM അംഗമായ ചെയർപേഴ്സൺ രാജിവെച്ചിരുന്നു. TP പ്രശാന്ത് ചേരും വിവരങ്ങളുമായി. പ്രശാന്ത്, ഇപ്പോൾ കേരള കോൺഗ്രസ് അംഗമാണ് പാലാ നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എപ്പോഴും ചർച്ചയായിരുന്ന ഒരു നഗരസഭയിലെ ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ പാലാ നഗരസഭയിലെ ചെയർമാനായി കേരള കോൺഗ്രസ് MLA അംഗമായിട്ടുള്ള ഷാജി തുരുത്തറാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 26 അംഗങ്ങൾ ഉള്ള നഗരസഭയിൽ 17 അംഗങ്ങളുടെ വോട്ടാണ് ഷാജുവിന് ലഭിച്ചത്. UDF അംഗമായിട്ടുള്ള പ്രിൻസ് VC തയ്യലിന് 9 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. എന്തായാലും മുന്നണിയുടെ വോട്ടുകൾ 2 സ്ഥാനാർത്ഥികൾക്കും കൃത്യമായി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇടതുമുന്നണിയുടെ ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ് CPM അംഗമായിട്ടുള്ള ചെയർപേഴ്സൺ ജോസിൻ ബിനോ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ പാലാ നഗരസഭയിൽ ഇടതുമുന്നണിയും മറ്റ് ഇടതുമുന്നണിയിലെ അംഗങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതായത് ഈർപ്പോട് വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിന്നു. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ വോട്ടുകളും ഇടതുമുന്നണിക്ക് ലഭിക്കുമോ എന്ന തരത്തിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. എന്നാലും ഒരു മുന്നണിയെ സംബന്ധിച്ച് മുന്നണിക്കുണ്ടായിരുന്ന 17 വോട്ടുകളും എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ഷാജൻ V തുരുത്തേന് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഷാജൻ V തുരുത്തേൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും 26 അംഗ നഗരസഭയിൽ 17 അംഗങ്ങളുടെ വോട്ടാണ് ഷാജുവിന് ലഭിച്ചിട്ടുള്ളത്. UDF അംഗം പ്രിൻസ് VC തയ്യലിന് 9 അംഗങ്ങളുടെ പിന്തുണയും ലഭിച്ചു. അതിൽ അതാത് മുന്നണികളുടെ വോട്ടുകൾ അതാത് മുന്നണിക്ക് തന്നെ ലഭിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികളാണ് കൂടുതൽ ഉള്ളത് എങ്കിലും ധാരണ പ്രകാരമായിരുന്നു ഇത്തരത്തിൽ ഒരു നേരത്തെ ചെയർപേഴ്സണായിരുന്ന ജോസിൻ ബിനോ രാജിവെച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. എന്തായാലും യാതൊരു തരത്തിലും മറ്റ് തർക്കങ്ങൾക്കൊന്നും പോയില്ല. സുഗമമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയായിരുന്നു. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകി.